അല്പസമയം മുമ്പ് ശ്രീ തോമസ് ഐസക് ഞങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. ഞങ്ങളിന്നലെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ആന്റോ ആന്റണിക്ക് വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ ടീമും ആന്റോ ആന്റണി വിജയിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ വളരെ ശക്തമായ മത്സരം നേടിയിട്ടുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ സഭയുടെ വോട്ടൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ 2-3 തവണ ശ്രീ ആന്റോ ആന്റണിയെ കാണുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശ്രീ ആന്റോ ആന്റണി. അപ്പോഴെല്ലാം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനത് ആ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിലും സഭ തൻ്റെ കൂടെയുണ്ടെന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നു. ഒപ്പം വോട്ടർമാരിൽ ഭൂരിപക്ഷവും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അവസാന നിമിഷവും അങ്ങനെ തന്നെ കരുതണമോ? അല്ല, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് സാധാരണക്കാർ, കൃഷിക്കാർ, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ, അവരെല്ലാവരുമായും ഒരുപോലെ പുലർത്താൻ കഴിഞ്ഞ ആത്മബന്ധവും ഹൃദയബന്ധവുമാണ് എൻ്റെ മുതൽക്കൂട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന അതിശക്തമായ ഒരു പിന്തുണ, ആ പിന്തുണയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയത്തിലേക്ക് എപ്പോഴും എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുള്ളത്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ, മുമ്പ് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. ഈ തവണ ആത്മവിശ്വാസം കൂടാനുള്ള കാര്യം എന്താണ് ശ്രീ ആന്റോ ആന്റണി? കാരണം എല്ലാ തവണയും ഭൂരിപക്ഷം അല്പം കുറയുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കൂടുമെന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായ ഘടകമായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കടന്നു പോകുമ്പോൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ, അവർ നൽകിയിട്ടുള്ള ആ വലിയ പിന്തുണ, അവർ നൽകിയിട്ടുള്ള സഹകരണം, ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്കം എന്നുള്ളത് അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവരുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും. ഇത്തവണ പത്തനംതിട്ടയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് ജാതിമത വ്യത്യാസമില്ലാതെ അവരൊരുമിച്ച് ഇത്തവണ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒരു കൺഫ്യൂസിംഗ് ഫാക്ടറായി ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നല്ലോ. ആന്റോ ആന്റണി, അനിൽ ആന്റണി, അതോടൊപ്പം തന്നെ രണ്ടുപേർക്കും വോട്ട് ചെയ്യണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകൾ, അത് ഈ സഭാ വോട്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതൊരു ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം കുറയില്ലേ? ഇത്തവണ കഷ്ടിച്ച് കടന്നുകൂടാനല്ലേ കഴിയൂ? ഇല്ല, ഈ പേരിലുള്ള ഒരു താരതമ്യം അത് മുതലായി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ വോട്ടർമാർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർക്ക് ആളെ മനസ്സിലാക്കി വോട്ട് ചെയ്യാനും ചിഹ്നം മനസ്സിലാക്കി വോട്ട് ചെയ്യാനൊക്കെ കഴിയുന്ന ആളുകളാണ്. അതിന്റെ പേരിലൊന്നും ഒരു ചോർച്ച കണക്കാക്കുന്നില്ല. അതുപോലെ ഞാൻ LDF ആയിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ BJPക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. LDF ആയിരിക്കും 2ാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതല്ലെങ്കിൽ അത്രമാത്രം വലിയ ഇടതുപക്ഷം അറിഞ്ഞുകൊണ്ടുള്ളൊരു അണ്ടർ കറന്റ്, ഇടതുപക്ഷം പാർട്ടിയായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു അണ്ടർ കറന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ BJPക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിയൂ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ അനിൽ ആന്റണിയാണ്. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് കെ ആന്റണി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ ശത്രുവായി വരുമ്പോൾ ആദ്യം ഒന്ന് പകച്ചു പോയിരുന്നോ ഷി ആന്റോ ആന്റണി? ഇല്ല, രാഷ്ട്രീയത്തിൽ അവസരവാദപരമായി നിലപാടെടുക്കുന്ന ആരെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇപ്പം സ്വന്തം പിതാവും അദ്ദേഹം പുലർത്തിയിരുന്ന വലിയ ആശയ സംഹിതകളെയും ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറഞ്ഞ് അതുവരെ അദ്ദേഹം തന്നെ എതിർത്തിരുന്ന ഒരു സംവിധാനത്തിലേക്ക് കാലുവെച്ച് കടന്നു പോകുമ്പോൾ അത് തികഞ്ഞ അവസരവാദ രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ താൽക്കാലികമായിട്ടുള്ള ചില ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾ എന്ത് തീരുമാനമെടുത്താലും അതിനെ അവഗണിക്കുക എന്നുള്ളതല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാകുന്നില്ല.
ശ്രീ ആന്റോ ആന്റണി, ഇപ്പോൾ 2009 താങ്കൾ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ താങ്കളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 51%. 2014 വരുമ്പോൾ അത് 41% കുറഞ്ഞു. 10% കുറവാണ് ഉണ്ടായത്. 2019 അത് 37% കുറഞ്ഞു. അതായത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് താങ്കൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൽ 14% കുറഞ്ഞു. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ വോട്ട് പെർസെൻറ്റേജ് അറിയാമല്ലോ, പോളിംഗ് പെർസെൻറ്റേജ് അറിയാമല്ലോ, 10% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ താങ്കൾക്ക് 2019 37% വോട്ടിൽ ഒരു 2% അല്ലെങ്കിൽ ഒരു 1.5% സ്ലിപ്പുണ്ടായാൽ താങ്കൾ വേണമെങ്കിൽ പരാജയപ്പെടാം. അങ്ങനൊരു സാഹചര്യം പത്തനംതിട്ടയിലുണ്ട്. മാത്രമല്ല CPM വളരെ പ്രതീക്ഷയോടെ ഇത്തവണ ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേടുമെന്ന് വിചാരിക്കുന്നൊരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അപ്പോഴാണ് താങ്കൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വിജയിച്ചു വരും എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ സഭയുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുള്ളത് കൊണ്ടാണോ അത്തരത്തിലൊരു ആത്മവിശ്വാസമുള്ളത്? അല്ല, പത്തനംതിട്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ്. എല്ലാ ആശയങ്ങളും ചിന്താഗതികളും വിശ്വാസങ്ങളും എല്ലാ തരത്തിലുള്ള ആളുകളും വളരെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരിടമാണ് പത്തനംതിട്ട. അവിടെ എല്ലാവരുമായിട്ട് പുലർത്തുന്ന ആ നല്ല ബന്ധമാണ്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് ആർക്കും ഇവിടെ വിജയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒട്ടേറെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെയൊക്കെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയൂ. പിന്നെ ഞാൻ 2009 മത്സരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും UDF ആയിരുന്നു വിജയിച്ചിരുന്നത്. പിന്നീട് അസംബ്ലി സീറ്റുകളൊക്കെ കൈവിട്ടു പോയി, 7 സീറ്റുകളും കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ആ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇവിടെ ജനങ്ങൾ കൈവിടാതെ എന്നെ ചേർത്ത് നിർത്തിയത് ഞാൻ അവരിൽ ഓരോരുത്തരുമായ ഒരു സാധാരണക്കാരനെ പോലെ, അവരുടെ ഒരു കുടുംബാംഗം പോലെ അവരുമായി പുലർത്തിയിരുന്ന വ്യക്തിപരമായ വലിയ സൗഹൃദവും സ്നേഹബന്ധവും അവർക്ക് എന്നിലുള്ള വിശ്വാസവുമാണ് ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തവണ അത് കൂടുതൽ ആത്മവിശ്വാസമാണ് അവരുമായി ഇടപഴകുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. ശ്രീ ആന്റോ ആന്റണി, കേരളത്തിൽ BJP അവകാശപ്പെടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ വൻതോതിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം പത്തനംതിട്ടയിൽ. ഇപ്രാവശ്യം അങ്ങനെ BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങയുടെ അഭിപ്രായത്തിൽ? അല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനം നടന്നൊരു കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷക്കാലം. ആയിരക്കണക്കിന് ദേവാലയങ്ങൾ, ആയിരക്കണക്കിന് പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, മൈനോറിറ്റിയുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം അടിച്ച് തകർത്ത് എത്രയോ ക്രൂരമായ അക്രമങ്ങളാണ് നടക്കുന്നത്. മണിപ്പൂരൊക്കെ ഒരു വർഷമായി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ലോകപരിചയമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത ഒരു കുടുസായ ചിന്താഗതികൾ കഴിയുന്നവരാണ് പത്തനംതിട്ട ജില്ലക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ ചെറുതും വലുതുമായ ഓരോ സംഭവവികാസങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് വിലയിരുത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഈ പറയുന്ന ഒരോട്ടും BJPയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ശ്രീ ആന്റോ ആന്റണി, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ 2009 അനന്തഗോപനോടാണ് മത്സരിച്ചത്, 2014 ഫിലിപ്പോസ് തോമസിനോടാണ് മത്സരിച്ചത്, 2019 വീണ ജോർജിനോടാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം താങ്കൾ മത്സരിച്ചത് സംസ്ഥാന ധനമന്ത്രിയായിരുന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക്കുമായിട്ടാണ്. വളരെ ശക്തനായ CPM നേതാവുമായിട്ടാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം മത്സരം ടഫായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ എപ്പോഴും ടഫാണല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പുകളും. ഇവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലുള്ള ഓരോ കമ്മ്യൂണിറ്റികളെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് മത്സരങ്ങളാണ് ഇടതുമുന്നണി നടത്തിയിട്ടുള്ളത്. ഓരോ തവണയും ഓരോ വിഭാഗത്തെ മാറി മാറി പരീക്ഷിക്കുക, അതിലൂടെ പരമാവധി വോട്ട് നേടാൻ ശ്രമിക്കുക. അത്തരം എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണമാണ് ഇപ്പോൾ ഈ തോമസ് ഐസക്കുമായി ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതും ഒരു തോമസ് ഐസക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മോശക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന
വളരെ നേരത്തെ തന്നെ 1 വർഷമായി അദ്ദേഹം ഇവിടുത്തെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അദ്ദേഹം ഒട്ടും പുറകിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല മത്സരവും നല്ല സ്ഥാനാർത്ഥിയുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ജനങ്ങളുടെ പിന്തുണ എനിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ലെവലേശം പോലും സംശയമില്ല. ഓക്കെ, ശ്രീ ആന്റോ ആന്റണി, നാളെ ഇപ്പോൾ കൗണ്ടിംഗ് താങ്കൾ കാണുന്നത് വീട്ടിലിരുന്നാണോ അതോ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ടോ അതോ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടോ? കൗണ്ടിംഗ് സ്റ്റേഷനിൽ പോകണമല്ലോ. പാർട്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ട്, കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പ്രവർത്തകരോടൊപ്പമുള്ള ആഹ്ലാദ പ്രകടനങ്ങളും പരിപാടികളും ഒക്കെ ആയിരിക്കും നാളെ ഉണ്ടാകുക. അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് മുന്നോട്ട്. അതെ, വിജയിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗണിൽ നമ്മൾ കഴിച്ച ഹോട്ടലിൽ നിന്നൊരു ചായയും വടയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ശ്രീ ആന്റോ ആന്റണി. താങ്കൾക്ക് വേണ്ടി ഞങ്ങളുടെ വക ഒരു ഞാൻ ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ കൈകാര്യം ചെയ്തത് അരുണാണ് എന്നുള്ളത് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി അറിയിക്കുക. താങ്ക് യു ശ്രീ ആന്റോ ആന്റണി. താങ്കൾ വിജയിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ശ്രീ ആന്റോ ആന്റണി. താങ്ക് യു.